ഹലോ ഗൈസ്, ജർമ്മൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ് എന്താണ് ഈ A1, A2, B1, B2 എന്നുള്ളതല്ലേ. അപ്പോൾ അതിനുള്ളൊരു ആൻസറായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ജർമ്മൻ ലാംഗ്വേജിൻ്റെ പല ലെവൽസാണ് A1, A2, B1, B2 എന്നുള്ളത്. അപ്പോൾ ഇതിലാദ്യം നമുക്ക് A1 എന്താണെന്ന് നോക്കാം. സോ A1 എന്ന് പറയുന്ന ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് ലെവലാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് ആൽഫബറ്റ്, നമ്പേഴ്സ്, വെർബ്സ്, നൗൺസ്, അഡ്ജക്റ്റീവ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ബേസിക് ലെവലിൽ നമ്മളൊരു സെൻറ്റൻസിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും നമ്മൾ A1 ലെവലിൽ പഠിക്കുന്നു. അടുത്തതായി A2 ലെവലാണ്. A1 ലെവലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ A2 ലെവൽ കുറച്ച് ഹയർ ലെവലാണ്. ഇതിനകത്ത് കൂടുതലും നമ്മൾ നോക്കുന്നത് കണക്റ്റേഴ്സ് ആണ്. എങ്ങനെ രണ്ട് ബേസിക് സെൻറ്റൻസുകളെ കണക്റ്റേഴ്സ് വെച്ച് യൂസ് ചെയ്ത് ഒറ്റ സെൻറ്റൻസ് ആക്കാം എന്നുള്ളതാണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ A2 ലെവലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും സെൻറ്റൻസുകൾ മനസ്സിലാക്കാനും അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുന്നു. അടുത്തതായി B1 ലെവലാണ്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ്. ഈ ലെവലിൽ നമ്മളൊരു സെൻറ്റൻസിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് സ്റ്റാൻഡേർഡായി നമ്മുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. B2 എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ലെവലാണ്. ഈ ലെവലിൽ നമ്മൾ A1 തൊട്ട് B1 വരെ പഠിച്ച കാര്യങ്ങൾ, അതായത് ഗ്രാമേഴ്സ്, കണക്റ്റേഴ്സ്, ഇതെല്ലാം യൂസ് ചെയ്ത് എങ്ങനെ ഒരു സെൻറ്റൻസിനെ സിമ്പിളായിട്ട് അതേപോലെ സ്റ്റാൻഡേർഡായിട്ട് പറയാമെന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസിനെ പറ്റി ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായി ജോയിൻ ബി ഗുഡ് അക്കാഡമി.